ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാറ്റ്ലിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോഴേ എല്ലാവർക്കും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നതെന്ന്. കാറ്റ്ലിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, നമ്മുടെ ഓർക്കിഡുകളുടെ രാജ്ഞിയാണ് കാറ്റ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ കാറ്റ്ലിയയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിട്ട് കുറേ പേര് കാറ്റ്ലിയ അവൈലബിൾ ആയിട്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് പെട്ടെന്ന് ആവുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാതും നമ്മളെ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് അത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയ എല്ലാ കാറ്റ്ലിയകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സെയിൽ വീഡിയോസ് എല്ലാ മാസം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെയും വാട്ടർ ലില്ലി ലോട്ടസിൻ്റെയും ഒക്കെ കെയർ അങ്ങനത്തെ വീഡിയോസാണ്, പ്രത്യേകിച്ച് ഗാർഡനിങ് വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഗാർഡനിങ്ങിന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു പോകുന്നത് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാറ്റ്ലിയാസ് ആണ്. അപ്പോൾ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ബുഷി അല്ലാണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട്. അപ്പോൾ ബുഷി അല്ലാത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റീസ് പ്ലാന്റുകളും ഈ ബുഷി അല്ലാത്ത പ്ലാന്റുണ്ട്. അപ്പോൾ കോമൺലി ആ പ്ലാന്റുകൾ അങ്ങനെയാണ് വരിക. നമ്മൾ ഒരുപാട് ബുഷിയായ പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല വെറൈറ്റീസ് അല്ലെങ്കിൽ വലിയ പൂക്കളുള്ള വെറൈറ്റീസ് നമ്മുടെ അടുത്ത് മിസ്സായി പോവും. ഇത് അതുപോലെ ഒരു വെറൈറ്റിയാണ്, നല്ല വലിയ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. എന്നാൽ പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ ബുഷിയല്ല. അപ്പോൾ ഇത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എന്നാൽ പ്ലാന്റ് ഒരു എന്താ പറയുക, എപ്പി കാറ്റ്ലിയ പോലത്തെ ചെറിയ പൂക്കളുണ്ടാകുന്ന തീർച്ചയായിട്ടും നമ്മൾ പൂക്കളുടെ ഭംഗിയോടൊപ്പം തന്നെ പ്ലാന്റിൻ്റെ ഹെൽത്ത് നോക്കണം. എന്നാൽ ഒരുപാട് ബുഷിയായ പ്ലാന്റ് വേണം. നമുക്ക് എല്ലാ വെറൈറ്റിയിലും ബുഷിയായ പ്ലാന്റ് എപ്പോഴും വരാറില്ല. അപ്പോൾ ഒരുപാട് ബുഷിയായ പ്ലാന്റുകൾ നമ്മൾ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് പോവും. കാറ്റ്ലിയ മറ്റ് ഓർക്കിഡുകൾ പോലെ ഇങ്ങനെ എപ്പോഴും പൂതിരുന്ന വെറൈറ്റി അല്ല. എന്നാലും വിരിയുന്ന സമയത്ത് അതൊരു ഒന്നൊന്നര വരവായിരിക്കും. നല്ല അടിപൊളി വലുപ്പവും അതേപോലെ തന്നെ ഭംഗിയും കളർ കോമ്പിനേഷനൊക്കെ ഒത്തിണങ്ങിയതാണ് നമ്മുടെ കാറ്റ്ലിയയുടെ പൂക്കൾ. കാറ്റ്ലിയയുടെ പൂക്കളിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ഭംഗിയൊന്നും ബാക്കി ഡെൻഡ്രോബിയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഓർക്കിഡുകളിലോ സാധാരണയായിട്ട് കാണാറില്ല. കൂടുതൽ കളർ കോമ്പിനേഷനും ആ വലുപ്പവും ഒക്കെ നമ്മുടെ കാറ്റ്ലിയയിലാണ് കേട്ടോ കൂടുതൽ വരുന്നത്. ഇത് റെഡ് ബേർഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. 2 കളറിലാണ് ഇപ്പോൾ ബഡ് ഉള്ളത്. റെഡ് ബേർഡിലാണ് 2 കളറിൽ റെഡ് ബേർഡ് വിരിയാറുണ്ട്, അല്ല ഓറഞ്ച് കളറിലും റെഡ് കളറിലും. അപ്പോൾ ഞാനും ഇതേ ഇപ്പോൾ അടുത്താണ് കാറ്റ്ലിയകൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ അടുത്ത് ഡെൻഡ്രോബിയത്തിൻ്റെ ഭയങ്കര കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് വാൻഡയും മോൺസൈഡിയും ഒക്കെ ഉണ്ട്. പക്ഷേ കാറ്റ്ലിയ ഈ അടുത്താണ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. വല്ലപ്പോഴും മാത്രമേ പൂ വിരിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് അകറ്റി നിർത്തിയതാണ്. പക്ഷേ നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങി വെറൈറ്റിയിൽ വിരിയുന്ന പൂവും വലുപ്പവും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കൂടുതൽ കാറ്റ്ലിയാസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാറ്റ്ലിയ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം, അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നല്ല ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുമ്പോൾ മാത്രം തന്നെയാണ് നമ്മുടെ കാറ്റ്ലിയ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ആൾ നല്ല പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും, ഫ്ലവർ ചെയ്യാൻ ഇത്തിരി മടി കാണിക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഓർക്കിഡുകളെയും പോലെ തന്നെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാറ്റ്ലിയയ്ക്കും കൊടുക്കണം. അപ്പോൾ ഇതിൽ ചില വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. 550 തൊട്ടിട്ടാണ് നമ്മുടെ കാറ്റ്ലിയയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില വെറൈറ്റീസ് പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കാറ്റ്ലിയാസ് വേണ്ടവർ ഒന്നുകിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഇടോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് കാറ്റ്ലിയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ കാറ്റ്ലിയയുടെ മാത്രം ഫോട്ടോസ് അയച്ചു തരികയും ചെയ്യുന്നതാണ്. അതേപോലെ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ നമ്മുടെ കൊറിയേഴ്സ് പ്ലാൻസ് എല്ലാം അയക്കുന്നത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ അടുത്ത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണം. സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സ്പീഡ് പോസ്റ്റ് മതി, വീട്ടിലേക്ക് അത് എത്തി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അയക്കാം. കാരണം നമുക്ക് എന്താണ് അയക്കുന്നതെന്ന് പോസ്റ്റ് ഓഫീസിൽ വെച്ച് അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ. ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ നടക്കുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരുവിധം എല്ലാ പോസ്റ്റ് ഓഫീസിലും നമ്മൾ ഐറ്റം എന്താണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ അവർ പാക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം കണ്ടതാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കാറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലാന്റ് വേണ്ടവരെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമമൊന്നും കരുതരുത്. എത്രയും വേഗം എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം ഒരു കമൻ്റായിട്ട് ഇടാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ